2026 ഫെബ്രുവരി 15 സിറാജ് എഡിറ്റോറിയൽ. ഗതാഗത സാക്ഷരതയിൽ മലയാളി പിന്നിൽ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ പ്രഭാവതിയമ്മയാണിപ്പോൾ താരം. നഗരത്തിലെ ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചയാളെ ചോദ്യം ചെയ്യുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്ത പ്രഭാവതിയമ്മ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു വ്യക്തിയുടെ ധൈര്യപ്രകടനമെന്നതിനപ്പുറം പൗരബോധത്തിന്റെ ശക്തമായ സന്ദേശമായി മാറി അവരുടെ ഇടപെടൽ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രഭാവതിയമ്മയുടെ വീട്ടിലെത്തി പൊന്നാടയണിയിച്ച് അവരുടെ ആർജവത്തെയും പൗരബോധത്തെയും ആദരിക്കുകയുണ്ടായി. റോഡുകളുടെ വശങ്ങളിൽ കാൽനടയാത്രക്കാർക്കായി നിർമ്മിച്ച ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിക്കുന്നത് മുതൽ സിഗ്നൽ മറികടക്കൽ, അമിതവേഗം, തെറ്റായ വശത്തുകൂടെ വാഹനമോടിക്കൽ, സിഗ്നൽ ജമ്പിംഗ്, ഡ്രൈവിംഗ് വേളയിലെ മൊബൈൽ ഉപയോഗം, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് നിയമലംഘനം വരെ വ്യാപകമാണെന്നും. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചവരെങ്കിലും ഗതാഗത സാക്ഷരതയുടെ കാര്യത്തിൽ പിന്നിലാണ് മലയാളികളിൽ നല്ലൊരു പങ്കും. പൊതുറോഡുകളിൽ വാഹനങ്ങളുമായി ഇറങ്ങുമ്പോൾ ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നു. നിയമങ്ങൾ മിക്കവർക്കും അറിയാം. അത് പാലിക്കാനുള്ള മനോഭാവം കുറവാണ് പലരിലും. എല്ലാവർക്കും തിരക്കാണ്. നിയമം ലംഘിച്ചാണെങ്കിലും എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തണം. റോഡുകളിൽ തിരക്കേറുമ്പോൾ ഫുട്പാത്തിൽ അതിക്രമിച്ചു കയറിയും ബൈക്ക് ഓടിക്കുന്നു. ഗതാഗത നിയമലംഘനം ഒരു ശീലമോ വീരകൃത്യമോ ആയി കാണുന്ന പൊതുബോധം തന്നെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു സമൂഹത്തിൽ. ഇത്തരമൊരു നിയമലംഘകനോടാണ് കോഴിക്കോട്ട് പ്രഭാവതിയമ്മ പ്രതികരിച്ചത്. റോഡിലെ തിരക്കിൽ നിന്നും ബ്ലോക്കുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള എളുപ്പവഴിയായി ബൈക്ക് യാത്രക്കാർ ഫുട്പാത്തുകളെ കാണുന്നു. കാൽനടയാത്രക്കാർക്ക്, വിശിഷ്യ കുട്ടികൾക്കും വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും സുരക്ഷിതമായി നടക്കാനുള്ള ഇടമാണ് ഫുട്പാത്ത്. അതിലൂടെ ബൈക്ക് ഓടിക്കുന്നത് അപകടകരവും നിയമവിരുദ്ധവും കാൽനടയാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന പ്രവൃത്തിയുമാണ്. ഇത് കുറ്റകരമാണെന്ന് മോട്ടോർ വാഹന നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. നിയമലംഘനത്തെ സാധാരണ പ്രവണതയായി കാണുന്ന മനോഭാവത്തിൻ്റെയും നിയമം നടപ്പാക്കുന്നതിൽ സംഭവിക്കുന്ന ദൗർബല്യത്തിൻ്റെയും ഫലമാണ് ഇത്തരം നിയമലംഘനങ്ങൾ. ദേശീയപാതകൾ നവീകരിക്കപ്പെടുകയും അത്യന്താധുനിക റോഡുകൾ സ്ഥാപിതമാകുകയും ചെയ്യുമ്പോൾ വേഗപരിധി മറികടക്കുന്നത് പതിവ് സംഭവമാണ്. വേഗതയല്ല, സുരക്ഷിതത്വമാണ് പ്രധാനമെന്ന ബോധം പലർക്കുമില്ല. വളവുകളിലും തിരിവുകളിലും പാലിക്കേണ്ട മിനിമം മര്യാദകൾ പോലും ലംഘിക്കപ്പെടുകയും ഇത്തരം മേഖലകളെ അപകടകരമായ രീതിയിൽ മറികടക്കുകയും ചെയ്യുന്നു. ശ്രദ്ധ തെറ്റിക്കുകയും ദുരന്തം വിതക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഡ്രൈവിംഗിനിടയിലെ ഫോൺ ഉപയോഗം. പോലീസിനെ കാണുമ്പോഴോ ക്യാമറകൾ സ്ഥാപിച്ച ഭാഗങ്ങളിലോ ട്രാഫിക് പരിശോധനയ്ക്ക് സാധ്യതയുള്ളയിടങ്ങളിലോ മാത്രം ധരിക്കാനുള്ളതാണ് പലർക്കും ഹെൽമറ്റ്. ഇവ ജീവൻ രക്ഷിക്കാനുള്ളതാണെന്ന ബോധം വളർന്നു വരേണ്ടതുണ്ട്. ഇരുചക്ര വാഹനങ്ങളാണ് സംസ്ഥാനത്തെ റോഡപകടങ്ങളിൽ പകുതിയിലേറെയും സൃഷ്ടിക്കുന്നത്. ഹെൽമറ്റ് ധരിക്കാത്തതാണ് ബൈക്ക് അപകടങ്ങളിലെ മരണസംഖ്യ ഉയർത്തുന്ന പ്രധാന ഘടകം. മദ്യപിച്ചും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും വാഹനമോടിക്കുന്നത് സ്വന്തം ജീവന് മാത്രമല്ല, നിരപരാധികളായ മറ്റുള്ളവരുടെ ജീവൻ കൂടിയാണ് അപായപ്പെടുത്തുന്നത്. ഗതാഗതവുമായി ബന്ധപ്പെട്ട് റോഡുകളിൽ നടപ്പാക്കേണ്ട വ്യക്തമായ ലൈൻ മാർക്കിംഗ്, നടപ്പാതകളുടെ പരിപാലനം തുടങ്ങിയ കാര്യങ്ങളിൽ അധികൃതരുടെ ഭാഗത്ത് വരുന്ന ശ്രദ്ധക്കുറവും അലംഭാവവുമാണ് ചിലപ്പോഴെങ്കിലും നിയമലംഘനങ്ങൾക്കും റോഡപകടങ്ങൾക്കും വഴിയൊരുക്കുന്നത്. പാതയോരങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ അശാസ്ത്രീയ സിഗ്നലും വെളിച്ചക്കുറവും കാണപ്പെടാറുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അധികൃതരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്സാരമാണ് പലർക്കും റോഡുകളിലെ നിയമലംഘനം. ഈ മനോഭാവം മാറ്റേണ്ടതുണ്ട്. മറ്റൊരാളുടെ ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റവും ജീവൻ അപകടത്തിലാക്കുന്ന ഗുരുതര പ്രശ്നവുമാണിതെന്ന തിരിച്ചറിവ് വേണം. സാക്ഷരത എന്നത് വെറും അക്ഷരങ്ങളെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, നിയമങ്ങളോടുള്ള പ്രതിബദ്ധതയും മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മാനിക്കലുമാണ്. ഉയർന്ന പൗരബോധത്തിന്റെ അടയാളവുമാണ്. റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിൽ ഏറെ മുന്നേറേണ്ടതുണ്ട് കേരളീയ സമൂഹം. റോഡുകളിലും പ്രതിഫലിക്കേണ്ടതുണ്ട് നമ്മുടെ സംസ്കാരം. റോഡ് സുരക്ഷിതത്വത്തിനായി പ്രധാന നിരത്തുകളിലുടനീളം AI ക്യാമറകൾ സ്ഥാപിക്കുകയും പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ.
ഇതുമൂലം പൊതുഖജനാവിലേക്കുള്ള പിഴസംഖ്യയുടെ തോത് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും റോഡപകടങ്ങൾക്ക് ഇപ്പോഴും കാര്യമായ കുറവ് വന്നിട്ടില്ല. 2023-24 വർഷത്തെ കണക്ക് പ്രകാരം ദിനംപ്രതി 120-125 റോഡപകടങ്ങളും 12-15 മരണങ്ങളും സംഭവിക്കുന്നു. നിയമ നടപടികൾക്കപ്പുറം ഓരോ വ്യക്തിയും സ്വയം പാലിക്കേണ്ട അച്ചടക്ക നടപടിയായി കാണേണ്ടതാണ് റോഡ് നിയമങ്ങളെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി കുട്ടികളിൽ ചെറുപ്പത്തിലെ റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട്. നിയമലംഘനം കാണുമ്പോൾ മൗനം പാലിക്കാതെ അതിനെ ചോദ്യം ചെയ്യാനും ഉത്തരവാദപ്പെട്ടവരെ വിവരമറിയിക്കാനുമുള്ള പൗരബോധം വളർന്നു വരണം. അധികാരികളും പൊതുസമൂഹവും ഒത്തൊരുമിച്ചു പ്രവർത്തിച്ചെങ്കിലേ ഗതാഗത സുരക്ഷിതത്വം സാധ്യമാകുകയുള്ളൂ.